മോർണിംഗ്. വിദ്യാസ് ഹോം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രുചികരമായ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെ പെർഫെക്റ്റായിട്ട് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് 150 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് കഴുകി ചെറുതായിട്ട് അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും വേകുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് കുക്കറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തുള്ളത്. ഇനി കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം. മോഡേൺ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. 15 കഷ്ണം മോഡേൺ ബ്രെഡ് ചെറുതായിട്ട് മുറിച്ച് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ചീനച്ചട്ടി ചൂടാകുമ്പോൾ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. പൊടിച്ചെടുത്ത ബ്രെഡ് ചീനച്ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു ഗോൾഡൻ നിറമാകുന്ന വരെ റോസ്റ്റ് ചെയ്യാം. ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന ബ്രെഡ് ക്രംസ് കേടുകൂടാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ബ്രെഡ് ക്രംസ് നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലേറ്റ് വേഗത്തിൽ എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റോസ്റ്റായ ബ്രെഡ് ക്രംസിൻ്റെ ചൂട് മാറുന്നതിന് വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. മീഡിയം സൈസിലുള്ള സവാള, 3 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില എന്നിവ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ചീനച്ചട്ടി ചൂടായി കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അരിഞ്ഞു വെച്ച ചേരുവകൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. നല്ലപോലെ കളർ ചേഞ്ച് ആകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. വഴന്നുവന്ന സവാളയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചതിന് ശേഷം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച ചിക്കൻ്റെ ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളായി കീറിയിട്ടതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആ ചിക്കൻ പീസുകൾ നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ചൂട് ആറിയതിന് ശേഷം ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഈ കൂട്ടുകൾ ഉരുളകളാക്കി എടുക്കുക. കയ്യിൽ ലേശം എണ്ണ തടവിയിട്ട് കയ്യിൽ വെച്ച് പരത്തി ഷേപ്പാക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ കൂട്ടിന് ഷേപ്പാക്കി എടുക്കാം. ഞാൻ ഇവിടെ ഈ രീതിയിലാണ് ഷേപ്പാക്കുന്നത്. അങ്ങനെ ഓരോ ഉരുളകളും കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാനെടുത്ത കൂട്ടിൻ്റെ അളവനുസരിച്ച് എനിക്ക് 12 കട്ട്ലേറ്റാണ് കിട്ടിയിട്ടുള്ളത്. കട്ട്ലേറ്റിൻ്റെ കോട്ടിങ്ങിനായിട്ട് ഒരു കോഴിമുട്ടയാണ് ഞാൻ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ബ്രെഡ് ക്രംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ കട്ട്ലേറ്റും മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ റോള് ചെയ്യണം. ഒരു കൈ കൊണ്ട് മുട്ടയിൽ മുക്കി മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ റോള് ചെയ്യുകയാണെങ്കിൽ ബ്രെഡ് ക്രംസ് കട്ട പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഓരോ കട്ട്ലേറ്റും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ കട്ട്ലേറ്റും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതിന് നമുക്ക് ഒരു ചീനച്ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഓരോ കട്ട്ലേറ്റും ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ബാച്ചിൽ 3 എണ്ണം വെച്ചാണ് ഫ്രൈ ചെയ്യുന്നത്. ഓരോ കട്ട്ലേറ്റും നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾറെഡി ഇതിനകത്ത് എല്ലാ കൂട്ടും നമ്മൾ കുക്ക് ചെയ്തതുകൊണ്ട് തന്നെ അധികം നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട്ലേറ്റിന് ബ്രൗണിഷ് കളറാകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ നമുക്ക് ഓരോ കട്ട്ലേറ്റും ഇതുപോലെ ഓരോ ബാച്ചുകളായിട്ട് തന്നെ നമുക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും മറക്കരുത്. രുചികരമായ കട്ട്ലേറ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ.